നമസ്കാരം, നല്ലതാണ്. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് വാട്സപ്പ് ഉപയോഗിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപോലെ ഉപകാരപ്രദമാകുന്ന ഒരു കിടിലൻ ട്രിക്കിനെ കുറിച്ചാണ്. നമ്മളെല്ലാവരും വാട്സപ്പിൽ മെസ്സേജ് അയക്കാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ദിവസവും ഒരുപാട് മെസ്സേജ് വാട്സപ്പിൽ വരാറുണ്ട്. തീർച്ചയായിട്ടും കുറഞ്ഞതൊരു 10 മെസ്സേജ് എല്ലാവരും അയക്കാറുണ്ടാവും. അതുപോലെ തന്നെ കുറഞ്ഞത് 50 മെസ്സേജ് എല്ലാവർക്കും വാട്സപ്പിൽ ഡെയിലി വരാറുണ്ടാവും. പലപ്പോഴും നമ്മൾ ക്ലാസ്സിലിരിക്കുമ്പോഴോ ഓഫീസിലിരിക്കുമ്പോഴോ, അതായത് സൂമിൽ ക്ലാസ്സിലോ അല്ലെങ്കിൽ സൂമിൽ മീറ്റിങ്ങിലൊക്കെ ഇരിക്കുമ്പോഴായിരിക്കും ഈ മെസ്സേജുകളുടെ ഒച്ചപ്പാട് വേണമെന്ന് നമുക്ക് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അപ്പം ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ കാണിച്ചു തരാൻ പോകുന്ന ഒരു ചെറിയ ട്രിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്സപ്പിൽ നമുക്ക് എങ്ങനെ പർട്ടിക്കുലർ ടൈമുകളിൽ മാത്രം വാട്സപ്പിൽ നോട്ടിഫിക്കേഷൻ വരുന്നത് നെറ്റ് ഓൺ ആണെങ്കിലും നമുക്ക് ഓഫ് ആക്കി വെക്കാമെന്നാണ്. അതായത് നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് കാര്യങ്ങൾ വരാതെ ടോട്ടലി ഫോണിലെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ വേണമെങ്കിൽ ഓഫ് ചെയ്ത് വെക്കാം. വാട്സപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റും. കുറച്ച് ആൾക്കാർക്കെങ്കിലും അറിയാവുന്നതായിരിക്കും. ഒരു നോട്ടിഫിക്കേഷൻ മെസ്സേജ് ഒന്നും വരില്ല, അല്ലെങ്കിൽ നമുക്ക് ഫോൺ സൈലന്റ് ആക്കി വെക്കാം. പക്ഷേ ഇതൊക്കെ നമ്മൾ ചെയ്താലും ഇത് നമ്മൾ തിരിച്ച് ചെയ്യാനായിട്ട് ഒരു മറന്നു പോകും. അതായത് നമ്മൾ ഒരു ടൈമിൽ സൈലന്റ് ആക്കി വെച്ചു, അല്ലെങ്കിൽ ഒരു സമയത്ത് നമ്മൾ വാട്സപ്പിൽ നോട്ടിഫിക്കേഷൻ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മാറ്റാൻ മറന്നുകൊണ്ട് ചിലപ്പോൾ പലപ്പോഴും നമുക്ക് വളരെ അത്യാവശ്യമായ കാര്യങ്ങൾ ചിലപ്പോൾ നമ്മളിൽ നിന്ന് മിസ്സായി പോകുന്നതിന് കാരണമാകും. പക്ഷേ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ചെറിയ ട്രിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്നതാണ്. അതായത് ഇന്ന് 12 മണി തൊട്ട് 12:15 വരെ നിങ്ങൾക്ക് ഇന്റർനെറ്റ് ഓൺ ആണെങ്കിലും വാട്സപ്പിൽ നിന്ന് ഒരു നോട്ടിഫിക്കേഷൻ വരരുത്. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വരണം. അങ്ങനെ നമുക്ക് ഒരു ദിവസത്തിന് പല ടൈമുകൾ സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ആഴ്ചയിൽ ഇന്ന ദിവസങ്ങൾ ഇന്ന സമയത്ത് മെസ്സേജ് വരണമെന്നും അല്ലെങ്കിൽ മെസ്സേജ് വരണമെന്നൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കിടിലൻ ട്രിക്കിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വാട്സപ്പ് ഉപയോഗിക്കുന്നവരെല്ലാവരും വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും പഠിക്കരുത്. അപ്പോൾ ഒരുപാട് സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം കൂടി പരിചയപ്പെടുത്താം. ഇപ്പോൾ ഒരുപാട് ആൾക്കാരുടെ ജോലി കാര്യങ്ങളൊക്കെ പോയിരിക്കുകയാണ്. പൈസ ഉണ്ടാക്കാനായിട്ട് പല മാർഗങ്ങളും പലരും തേടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ചാണ് നമ്മൾ ഒന്ന് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. ഇതാണ് ബൈനമി എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇതിൻ്റെ ലിങ്ക് കാര്യങ്ങൾ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾ ചെറിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് എമൗണ്ട് കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ബൈനമി എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് ഇതിനകത്ത് ഗ്രാഫുകളുടെ ചലനം വെച്ച് ട്രേഡ് ചെയ്ത് നമുക്ക് പൈസ ഉണ്ടാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് നമ്മുടെ മെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് അങ്ങനെയുള്ള ഒരു ഇഷ്യൂസും വരുന്നില്ല. ഒരു മെയിൽ ഐ ഡി കൊടുത്ത് നമുക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്യാം. ക്യാഷ് കാര്യങ്ങൾ കിട്ടുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ സിമ്പിളാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് ആയിരിക്കും കാണാനായിട്ട് വരുന്നത്. ആ ഗ്രാഫ് മുകളിലോട്ട് പോകുമോ താഴോട്ട് പോകുമോ നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്താൽ മാത്രം മതി. ഇതിനു മുമ്പും ഇതുള്ള പല സാധനങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിനേക്കാളൊക്കെ നമുക്ക് കുറച്ചുകൂടി വിശ്വസിക്കാവുന്ന സംഭവമാണ്. അതുപോലെ ക്യാഷ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് ഇത് പുതിയതായതുകൊണ്ട് തന്നെ. അപ്പോൾ എല്ലാവരും താഴെയുള്ള ലിങ്കിൽ പോയിട്ട് ബൈനമി എന്ന് പറയുന്ന ഒരു ആപ്പിൽ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ചെറിയ എമൗണ്ടുകൾ ഇട്ട് കളിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് നല്ല എമൗണ്ടുകൾ വാങ്ങിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം ഈ ഒരു ട്രിക്ക് ചെയ്യാനായിട്ട് നമുക്കൊരു ആപ്ലിക്കേഷൻ്റെ ആവശ്യമുണ്ട്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഇന്റർഫേസ് ആണ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് സൈഡിലുള്ള ഈ റൂൾസ് എന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് വരിക. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ സെറ്റിംഗ്സിൽ പോയിട്ട് കുറച്ച് പെർമിഷനും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ റൂൾസിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് താഴെയായിട്ട് ഒരു പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ സെർച്ചിൻ്റെ ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. അവിടെ നമ്മൾ പോയതിനു ശേഷം നമുക്ക് ഏത് ആപ്ലിക്കേഷൻ ആണോ, അതായത് ഏതൊരു ആപ്ലിക്കേഷനെയാണോ നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ നമുക്ക് ശല്യം ഉണ്ടാക്കുന്നത് ആ ഒരു ആപ്ലിക്കേഷൻ്റെ പേരോട് സെർച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കിവിടെ നമ്മൾ വാട്സപ്പിൽ നിന്ന് കൊടുത്തപ്പോൾ നമുക്ക് പല ടൈമിംഗ് കാര്യങ്ങൾ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഓരോ ദിവസവും വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ടൈമിങ്ങിൽ നമുക്ക് ഈ ഏത് സമയമാണ് നമുക്ക് വേണ്ടത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇന്ന സമയം തൊട്ട് അതുപോലെ ഇന്ന സമയം വരെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം നമുക്ക് ഏതൊക്കെ ദിവസം ഇത് വേണം സെറ്റ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അതിനുശേഷം നമുക്ക് സ്ക്രീൻ ഓഫ് ആയിരിക്കുമ്പോഴും ഓൺ ആയിരിക്കുമ്പോഴും വേണമെന്നും കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. അതിനുശേഷം നമുക്ക് താഴേക്ക് വരുവാണെങ്കിൽ ആക്ഷനിൽ നമുക്ക് ഇൻക്ലൂഡ് ഫിക്സ് നോട്ടിഫിക്കേഷൻ, ഫോഴ്സ് മ്യൂട്ട് വൈൽ ഡിസ്മിസിങ്, അതുപോലെ ട്രിഗർ ആക്ഷൻ എന്ന ഓപ്ഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ വേണമെങ്കിൽ അതിന് കൊടുത്തതിന് ശേഷം നമുക്ക് സേവ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഈ ഒരു പെർമിഷൻ കൊടുത്തതിന് ശേഷം സേവ് ചെയ്യുവാണെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ടൈമുകളിൽ, അതായത് ഇപ്പം ഇന്ന് 12 തൊട്ട് 12:30 വരെ നമ്മൾ സൂമിൽ ഇപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ ആ ഒരു സമയത്ത് നമ്മൾ ഇന്റർനെറ്റ് ഓൺ ആക്കിയിട്ടാലും നമുക്ക് വാട്സപ്പിൽ നമുക്ക് മെസ്സേജ് കാര്യങ്ങളൊന്നും വരില്ല. അപ്പോൾ ഇതൊരു പ്രോ ആപ്ലിക്കേഷൻ ആണ്. നമുക്ക് 30 ദിവസത്തേക്കാണ് ഇതിൻ്റെ ഫ്രീ വെർഷൻ ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കിടിലൻ ആപ്ലിക്കേഷൻ എന്ന് പറയാൻ സാധിക്കും. നമുക്ക് നമ്മുടെ ഫോണിലെ ഓരോ കാര്യങ്ങളെയും നമുക്ക് ശരിക്കും അനലൈസ് ചെയ്യാനായിട്ട്, അതായത് ഓരോ ആപ്ലിക്കേഷനിൽ മെസ്സേജ് കാര്യങ്ങൾ വന്നു അതിൻ്റെ എല്ലാ കാര്യങ്ങളും അനലൈസ് ചെയ്യാനായിട്ട് നമുക്ക് ഈ പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ സെറ്റിംഗ്സിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ കുറേ ഫീച്ചേഴ്സ് കാര്യങ്ങൾ ഈ ഒരു സെറ്റിംഗ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് സെറ്റിംഗ്സിൽ കാണാൻ സാധിക്കും. അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പം എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കാൻ ശ്രമിക്കുക. ഇതൊരു പെയ്ഡ് ആപ്പാണ്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് 30 ദിവസത്തേക്ക് കിട്ടുന്നതാണ് ഈ ഒരു സമയത്ത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അത്ര എനിക്ക് പറയാനുള്ളൂ. എനിവേ എന്തൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും പഠിക്കുന്നത്. നാളെ മറ്റൊരു കിടിലൻ വീഡിയോയിൽ കാണാമെന്ന് പ്രതീക്ഷയോടെ ബൈ ഗൈസ്.